പിതാവിനെ മൂർഖം ബാബുവിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്ന് 4.5 കോടി രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ മക്കളുടെ ശ്രമം. ചെന്നൈയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ചെന്നൈക്കടുത്ത് തിരുവള്ളൂര് ഓണാറ്റൂർ പേട്ടை സ്വദേശിയായ ഗണേശനാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായത്. ഗണേശന് സർക്കാർ സ്കൂളിലെ ലാബറട്ടറി അസിസ്റ്റൻ്റാണ്. 56 വയസ്സുണ്ട്. ഗണേശന് 4.5 കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. മക്കള് രണ്ടുപേരും മോഹൻരാജ് എന്ന 29കാരനും ഹരിഹരൻ എന്ന 27കാരനും അപ്പനെ കൊന്ന് ആ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം. അവരെ തലയിൽ ഉദിച്ചത് ഒരു മൂർഖം പാമ്പിനെ കൊണ്ട് അപ്പനെ കടുപ്പിച്ച് അപ്പൻ മരിച്ചു, ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം എന്നാണ് മക്കളായ മോഹൻരാജും ഹരിഹരനും കൂടെ ആലോചിച്ചുറച്ചത്. അവരൊരു മൂർഖം പാമ്പിനെ സംഘടിപ്പിച്ച് അപ്പൻ്റെ കാലിൽ കടിപ്പിച്ചു. ഏതായാലും കടിയേറ്റെന്ന് പറഞ്ഞ അപ്പൻ ആശുപത്രിയിൽ പോയി. മക്കൾ കൊണ്ടുപോകാനൊക്കെ സ്വപ്പം താമസിപ്പിച്ചെങ്കിലും കടി നന്നായിട്ട് ഏറ്റില്ല. ആശുപത്രിയിൽ ചെന്നിട്ട് ചികിത്സിച്ചു, രക്ഷപ്പെട്ടു ഗണേശൻ. മക്കളാണ് ഇത് ചെയ്തതെന്ന് ആ പാവം അറിഞ്ഞില്ല. 2-3 മാസം കൂടെ കഴിഞ്ഞപ്പം വീണ്ടും മക്കൾ പണി തുടങ്ങി. അവരുടെ സുഹൃത്തുക്കളായ 4 പേരുമായിട്ട് ആലോചിച്ചു. ബാലാജി 28 വയസ്സുകാരനും പ്രശാന്ത് 35 വയസ്സുകാരനുമാണ്. ദിനകരൻ എന്ന് പറഞ്ഞാൽ 41 വയസ്സുകാരനും ഉണ്ട്. നവീൻ കുമാർ 28 വയസ്സുകാരനും. ഇവർ 4 പേരും കൂടെ ആലോചിച്ചു, മക്കളുമായിട്ട് ആലോചിച്ചു. കടി ഏക്കാതെ വന്നത് കാലിലായതുകൊണ്ടാണ്. നല്ല കടി അല്ലായിരുന്നു അത്. കഴുത്തിൻ്റെ അവിടെ നല്ല ഞരമ്പുകളുണ്ട്, പെട്ടെന്ന് മരിക്കും കടിയേറ്റാൽ. അതുകൊണ്ട് കഴുത്തിലാണ് കടിപ്പിക്കേണ്ടത്. അങ്ങനെ അവർ 4 പേരുടെയും അഡ്വൈസും ആ കോൺസ്പിറസി ഈ മക്കള് വീണ്ടും പിതാവിനെ മൂർഖങ്കാവിനെ കൊണ്ട് കഴുത്തിൽ കടിപ്പിച്ചു. അദ്ദേഹത്തിന് കടിയേറ്റുന്ന അദ്ദേഹത്തിന് മനസ്സിലായ പെട്ടെന്ന് ആശുപത്രിയിൽ പോകാനായിട്ട് ശ്രമിച്ചു. മക്കള് ആശുപത്രി കൊണ്ടുപോകാൻ മനഃപൂർവ്വം താമസിപ്പിക്കുന്ന പിതാവിന് മനസ്സിലായി. എന്തായാലും ആശുപത്രി ചെന്ന് ആള് മരിച്ചു. മൂർഖനാണ് കടിച്ചത്. കഴുത്തിലെ ഞരമ്പിലാണ് കടി വെച്ചത്. തീർച്ചയായിട്ടും മനഃപൂർവ്വമുള്ളൊരു കടിയാണ്. അതിനെ നോവിച്ച് നല്ലൊരു ബൈറ്റ്, നല്ലൊരു കടി മൂർഖൻ പിതാവിൻ്റെ കഴുത്തിൽ കൊടുത്തു. പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. പാമ്പിനെ ഇവർ തല്ലിക്കൊന്നു. കടിയേറ്റെന്നറിഞ്ഞപ്പം പോലീസിനെ അറിയിച്ചു, നാട്ടുകാരെ അറിയിച്ചു. പോലീസെല്ലാം വന്നു. ആശുപത്രിയിലെ പിതാവിനെ കൊണ്ടുപോയി. ഗണേശനെ ആശുപത്രി വെച്ച് മരണപ്പെട്ടു. പോലീസ് കേസെടുത്തു. അണ്ണാച്ചൂരിലെത്താണല്ലോ സ്വാഭാവികമായിട്ട്, പാമ്പ് കടിച്ചല്ലേ മരിച്ചത്. അതിൻ്റെ അകത്ത് 174 BNS പ്രകാരം കേസെടുത്തു. അണ്ണാച്ചൂരിൽ ഡെത്താണ്, അസ്വാഭാവിക മരണമാണ്, പാമ്പ് കടിച്ചാണ് മരിച്ചത്. പഴയ 194 CRPC പ്രകാരം, ഇപ്പോഴത്തെ BNS 174 പ്രകാരം പോലീസ് കേസെടുത്തു. അതിനുശേഷം പാമ്പിനെ തല്ലിക്കൊന്നിട്ടുണ്ട്. സംശയമൊന്നും തോന്നിയില്ല, പാമ്പ് കടിച്ചതാണ്. നേരത്തെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായെന്ന് പോലീസിന് മനസ്സിലായി. അപ്പോൾ അവിടെ പാമ്പുണ്ട് എന്നാണ് പോലീസ് കരുതിയത്. എന്തായാലും ആള് മരണപ്പെട്ടു. അന്വേഷണം നടത്തി, മക്കളുടെ മൊഴിയെടുത്ത്. അവർക്ക് സംശയമില്ല, പാമ്പല്ലാതെ വേറൊരു കാര്യമില്ല. പോലീസ് അന്വേഷണം ആ രീതി മുന്നോട്ട് പോയി. അതൊരു അണ്ണാച്ചുള്ളിടത്താണ്, പാമ്പ് കടിച്ചതാണ്. പക്ഷെ മക്കള് അതിന്റെ ഫൈനൽ റിപ്പോർട്ട് പോലീസ് എഴുതുന്നതിന് മുമ്പ് മക്കള് ഇൻഷുറൻസിന്റെ കാര്യം പതുക്കെ അന്വേഷിച്ചു തുടങ്ങി. 4.5 കോടി രൂപയ്ക്കാണ് ഗവൺമെന്റ് സ്കൂളിലെ ലാബറട്ടറി അസിസ്റ്റന്റായ ആ പിതാവ് പോളിസി എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് പോളിസി. ഏതായാലും ചെന്നൈയിലെ നോർത്ത് ഇൻഷുറൻസ് പോളിസിയിലെ അവർക്ക് ഈ മക്കൾ കൂടെ വന്ന് പണം ചോദിക്കുന്നതും ക്ലെയിം ചെയ്യുന്നതൊക്കെ സംശയം തോന്നി. അവര് ഇതൊരു പാമ്പ് കടിച്ചു മരിച്ചത് നേരത്തെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായെന്ന് അവർക്ക് എൻക്വയറി ചെയ്യുന്ന മനസ്സിലായി. രണ്ടാമത്തേതാണ്, അതിനകത്തൊരു സംശയം തോന്നി. ഏതായാലും IG അസ്ര ഗാർഗിന് പരാതി കൊടുത്തു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ജയശ്രീയെ അത് ഏൽപ്പിച്ചു. അവർ അന്വേഷണം നടത്തി. ഇതിനകത്ത് പിതാവിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്നതാണെന്ന് അവർ കണ്ടെത്തി. അവരെ സഹായിയായിട്ട് ബാലാജിയും പ്രശാന്തും ദിനകരനും നവീൻ കുമാറും ഉണ്ട്. അവരെ അറസ്റ്റ് ചെയ്തു.
മക്കളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. 174 അണ്ണാച്ചൂരിലെത്തായ ഒരു കേസ് മക്കൾ ഒരു അറസ്റ്റിലേക്ക് പോകാതിരുന്ന കേസ് ഇപ്പം കൊലപാതകമായി 302 പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് അപ്പനെ കൊന്നു. അത് BNS 103 വകുപ്പ് പ്രകാരം കുറ്റം, ലൈഫ് ഇംപ്രിസ്മെന്റ് കിട്ടും ഉറപ്പായിട്ടും. കാരണം പിതാവിനെ കൊന്ന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതിന് അല്പം ധൃതി കാണിച്ചു. അത് ഇൻഷുറൻസ് കമ്പനിക്ക് നേരത്തെ ഒരു കടി ഉണ്ടായി, രണ്ടാമത്തെ കടി കഴുത്തിൽ, ആദ്യത്തെ കടി കാലിൽ. ഒരു അസ്വാഭാവികത ആ ഇൻഷുറൻസ് കമ്പനിയിലെ ഓഫീസർക്ക് തോന്നി. അത് പോലീസ് റിപ്പോർട്ട് ചെയ്തു. സംശയ നിവാരണം 4.5 കോടി രൂപയാണ്. ഏതായാലും കുട്ടികളെ രണ്ടുപേര് മക്കളായ മോഹൻരാജിനെയും ഹരിഹരനെയും പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു. പിന്നാലെ അവരോട് സഹകരിച്ച ഗൂഢാലോചനയിൽ പങ്കെടുത്ത 4 പേരെയും കൂടെ അറസ്റ്റ് ചെയ്തു. വളരെ ദാരുണമായ അന്ത്യമാണ് ആ പിതാവിനുണ്ടായ. 2 ആൺകുട്ടികൾ, 29, 27 വയസ്സുള്ള തടിമാടന്മാര്, അധ്വാനിച്ച് ജീവിക്കാൻ കഴിവുള്ളവർ. പിതാവിൻ്റെ അല്ലെങ്കിൽ അവരുടെ കടം വീട്ടാനായിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഫലമായി പിതാവിനെ കൊന്ന് ഇൻഷുറൻസ് സംഖ്യ എടുക്കാവുന്ന ആ മണ്ടന്മാർ കരുതിയത്. എന്തായാലും ലൈഫ് ഇംപ്രിസ്മെൻറ്റിന് ഉറപ്പ്. കാരണം എവിഡൻസ് അങ്ങനെയാണ് കിടക്കുന്നത്. അതിൻ്റെ കൂടെ ചേർന്നവരും 120B അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്ക് പങ്കെടുത്തവർക്കും ലൈഫ് ഇംപ്രിസ്മെന്റ് ഉറപ്പ്. എന്തായാലും വളരെ ദാരുണമായ ഒരു മരണമായിരുന്നു തൻ്റെ മക്കളിൽ നിന്ന് പിതാവിനേറ്റത്. അവരെ മൂർഖനെ കൊണ്ട് കടിപ്പിച്ച ആദ്യത്തെ ഫെയിലിയർ ആയെങ്കിൽ രണ്ടാമത്തെ കഴുത്ത് തന്നെ കൊടുപ്പിച്ച് പിതാവിനെ കൊല്ലിക്കുന്ന രംഗം അതിദാരുണം തന്നെയാണ്.